അത്ഭുതങ്ങളുടെ നഗരമാണ് ദുബായ്. അവിടെ IPL ലേലം നടക്കുമ്പോൾ തീർച്ചയായും അത്ഭുതങ്ങളും റെക്കോർഡുകളും ഉണ്ടാകണം. അത്തരത്തിലുള്ള അത്ഭുതങ്ങൾക്കും റെക്കോർഡുകൾക്കുമാണ് ദുബായ് കൊക്കക്കോള അരീന ഇന്ന് സാക്ഷ്യം വഹിച്ചത്. ലേലത്തിൻ്റെ ഒരു ഘട്ടത്തിൽ നമ്മൾ എല്ലാവരും തന്നെ പ്രതീക്ഷിച്ചിരുന്നത് പാറ്റ് കമ്മിൻസിൻ്റെ 20 കോടി 50 ലക്ഷം രൂപയായിരിക്കും ഏറ്റവും ഉയർന്ന നിരക്ക് എന്നുള്ളതാണ്. ഹൈദരാബാദ് സ്വന്തമാക്കുന്നു. പക്ഷേ അല്പം കഴിയുമ്പോഴേക്കും ഇതെല്ലാം മാറി മറിയുന്നു. അടുത്ത സെറ്റ് വരുമ്പോഴേക്കും കൂടുതൽ വാശിയോടുകൂടി കൊൽക്കത്ത ലേലത്തിലേക്ക് വരികയാണ്. 24 കോടി 75 ലക്ഷം രൂപയ്ക്കാണ് ഓസീസിൻ്റെ തന്നെ ഇടംകയ്യൻ ബൗളർ മിച്ചൽ സ്റ്റാർക്കിനെ സ്വന്തമാക്കുന്നത് കൊൽക്കത്ത. ഇങ്ങനെ തുകയുടെ കാര്യത്തിൽ 2 താരങ്ങൾക്ക് വേണ്ടി ചെലവിട്ട തുക 55 കോടി 25 ലക്ഷം രൂപ. ഇനി മറ്റ് റെക്കോർഡുകളുമുണ്ട് ഇക്കാര്യത്തിൽ. ഇതുവരെ അന്താരാഷ്ട്ര മത്സരം കളിക്കാത്ത താരങ്ങൾക്ക് പോലും 7 കോടി 8 കോടിയൊക്കെ ലഭിച്ചത്. അതും വലിയ അത്ഭുതമാണ്. സമീർ റിസ്വി 8 കോടി 40 ലക്ഷം, ഷാരൂഖ് ഖാൻ 7 കോടി 40 ലക്ഷം, കുമാർ കുശാഗ്ര 7 കോടി 20 ലക്ഷം. ഇങ്ങനെ തുകയുടെ കാര്യത്തിൽ മാത്രമല്ല, ലേലം നിയന്ത്രിക്കുന്നത് ഒരു വനിത എന്നതുകൂടി ഇത്തവണ പ്രത്യേകതയുണ്ട്. അത് മല്ലിക സാഗർ ആദ്യമായി ഒരു വനിത IPL ലേലത്തെ നിയന്ത്രിച്ചു. അങ്ങേ അറ്റം മെയ്വഴക്കത്തോടു കൂടിയാണ് അവർ അവസാന നിമിഷം വരെയും ഇതിനെല്ലാം തന്നെ നിയന്ത്രിച്ചത്. അത് കബഡി പ്രോ ലീഗ് അവർ നിയന്ത്രിക്കുന്നത് നമ്മൾ കണ്ടതായിരുന്നു. അതോടൊപ്പം തന്നെ ഇനി ഇന്ത്യയുടെ ഏറ്റവും ഉയർന്ന താരമൂല്യം ഇന്ന് ലഭിച്ചതാവട്ടെ ഹർഷൽ പട്ടേലിനാണ്. 11 കോടി 75 ലക്ഷം രൂപ. ഇത്തരത്തിൽ ഒട്ടേറെ റെക്കോർഡുകൾ സൃഷ്ടിച്ചുകൊണ്ടാണ് കൊക്കക്കോള അരീനയിൽ താരലേലം പൂർത്തിയായത്.